ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അജി. ഞാൻ നഗരത്തിൽ കാലങ്ങളായി കുടുംബമായി നടത്തുന്ന ബിസിനസ്സുമായി കഴിഞ്ഞു പോകുന്നു. ഭാര്യ സിമി നാട്ടിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്യുന്നു. കല്യാണം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഒരു കുട്ടി ജനിക്കുന്നത്. പല ചികിത്സയ്ക്കും ശേഷമാണ് കുട്ടിയായത്. പ്രശ്നം എനിക്ക് തന്നെയായിരുന്നു. കൗണ്ട് കുറവായിരുന്നു. ഇപ്പോൾ സന്തോഷമായി ജീവിതം മുന്നോട്ട് പോകുന്നു. 32 വയസ്സിലും അവൾ സ്വന്തം സൗന്ദര്യം മനോഹരമായി കാത്തു സൂക്ഷിച്ചിരുന്നു. അപ്സരസുകളുടെ സൗന്ദര്യമൊന്നുമല്ലെങ്കിലും ആരെയും ആകർഷിപ്പിക്കുന്ന സൗന്ദര്യം അവളുടെ കൈമുതലായിരുന്നു. അതിലുപരി മറ്റു ഭംഗിയും. പല പല മൂവികൾക്കും അടിമയായിരുന്ന ഞാൻ യഥാർത്ഥ ലൈഫിൽ അത്ര തന്നെ വിജയിയായിരുന്നില്ല. മൂവിയിലെ പോലെ അടിച്ചു പൊളിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും എനിക്കതിനുള്ള കഴിവൊന്നുമില്ലായിരുന്നു. എല്ലാം വളരെ ഫാസ്റ്റായിരുന്നു. അതിനാൽ തന്നെ എനിക്കിഷ്ടം ഒറ്റയ്ക്കുള്ള മൂവി കാണലും മറ്റ് കലാപരിപാടിയുമാണ്. ഭാര്യയ്ക്ക് മാസത്തിൽ കുറച്ച് ദിവസം നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. ആ ദിവസങ്ങളിൽ രാത്രി മുഴുവൻ മണിക്കൂറോളം മൂവി കണ്ട് എല്ലാം ഒറ്റയ്ക്ക് ആസ്വദിച്ച് ഞാൻ സ്വയം സന്തോഷിപ്പിച്ചിരുന്നു. അമിതമായ എൻ്റെ ഈ ശീലം എൻ്റെ ദാമ്പത്യ ജീവിതത്തെ സാരമായി ബാധിച്ചുവെന്ന് എനിക്കറിയാമെങ്കിലും ഏറെക്കുറെ അതിനടിമയായി എനിക്ക് അതിൽ നിന്നും ഒരു വിമുക്തിയില്ലായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായിരുന്നു. എൻ്റെ അമിതമായ ഈ ആസക്തിയെപ്പറ്റി അവൾക്കും ബോധ്യമുണ്ടായിരുന്നു. നിരന്തരം ഉപദേശിച്ചിട്ടും വഴക്കിട്ടിട്ടും ഫലമില്ലാതെയായപ്പോൾ അവൾ ഉപദേശിക്കൽ നിർത്തി. ഒരു കൊടുങ്കാറ്റായി ആളിപ്പടരാനുള്ള ആഗ്രഹം തൻ്റെ ഭാര്യയിലുണ്ടെന്ന് എനിക്കറിയാം. പലപ്പോഴും അവളുടെ മുന്നിൽ ഞാൻ നിസ്സഹായനായിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്കെൻ്റെ സ്വന്തം കഴിവിലും വിഷമം തോന്നിയിരുന്നു. വീണ്ടും കഥയിലെ നായകനായ ജെർചേട്ടനിലേക്ക് വരാം. കിണറ് പണിയും പറമ്പ് പണിയും ചെയ്ത് ഉരുക്കുപോലുള്ള ബലിഷ്ഠമായ ചേട്ടൻ. ആദ്യം കിണറ് പണിയും പറമ്പ് പണിയുമായിരുന്നു പ്രധാന വരുമാന മാർഗമെങ്കിലും ഇപ്പോൾ കോൺക്രീറ്റ് പണി നടത്തുന്നു. നാട്ടിൽ റോഡ് സൗകര്യത്തോടുകൂടി വില കുറവിന് 1/2 ഏക്കർ പാടം വാങ്ങി അതിൽ സിമൻറ്റ് പണിയും നല്ല രീതിയിൽ പോകുന്നു. ആദ്യം കിണറിൻ്റെ കോൺക്രീറ്റ് റിങ് മാത്രം വാർത്തിരുന്ന ചെറുച്ചേട്ടൻ പണി വിപുലീകരിച്ച് ഇപ്പോൾ സിമൻറ്റ്, ഇഷ്ടിക, കോൺക്രീറ്റ്, ജനൽ, വാതിൽ, ഫ്രെയിം തുടങ്ങിയ സിമൻറ്റിൻ്റെ ചെടിച്ചട്ടി വരെ നിർമ്മിച്ച് നൽകി ബിസിനസ് കുറച്ച് വലുതാക്കി. പണിക്ക് ചിലപ്പോൾ 1-2 ബംഗാളികളും ഉണ്ടാവും. കിണർ പണിയില്ലാത്ത മിക്കവാറും സമയം ജെർച്ചേട്ടൻ തൻ്റെ സിമൻറ്റ് പണിയിലായിരിക്കും. മറ്റേ വിഷയത്തിലൊക്കെ ജെർച്ചേട്ടൻ ഒരു കില്ലാടിയാണെന്ന് നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. എൻ്റെ ചെറുപ്പകാലത്ത് നാട്ടിലെ ഒരു പണക്കാരൻ്റെ സുന്ദരിയായ ഭാര്യയെ പറമ്പ് പണിക്ക് പോയ ജെർച്ചേട്ടൻ മോട്ടോർ ഷെഡിലിട്ട് ഡ്രൈവിംഗ് പഠിപ്പിച്ച കഥയൊക്കെ നാട്ടിൽ പാട്ടായിരുന്നു. ജെർച്ചേട്ടൻ എന്തും ആരെയും കൂസാതെ വിളിച്ചു പറയും. എന്തു പറഞ്ഞാലും അത് മറ്റൊരാൾ കേട്ടാൽ എന്ത് വിചാരിക്കുമെന്ന് ജെർച്ചേട്ടൻ ചിന്തിക്കാറില്ല. കോൺക്രീറ്റ് വർക്ക് നടത്തുന്നതിന് മുമ്പ് വേനൽക്കാലത്ത് നാട്ടിൽ പുതിയ കിണർ കുത്തുന്നതും പഴയ കിണർ താഴ്ത്തി ആഴം വെച്ച് കൊടുത്തിരുന്നതും ജെർച്ചേട്ടനും സംഘവുമായിരുന്നു. കിണർ കുഴിക്കാനുള്ള സാധനങ്ങൾ സ്വന്തമായുള്ള ജെർച്ചേട്ടൻ തന്നെയായിരുന്നു സംഘത്തിലെ പ്രധാനി. ഏതാഴമുള്ള കിണറിലും ഇറങ്ങി അതിലെ മണ്ണെടുക്കുമായിരുന്നു ജെർച്ചേട്ടൻ. സംഘത്തിൽ 4 പേർ മുതൽ 6 പേർ വരെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. പണിക്കാർ സമയവും സൗകര്യവും നോക്കി മാറി മാറിക്കൊണ്ടിരിക്കും. സംഘത്തിലെ പണിക്കാരികളായ സ്ത്രീകളുമായി കിണർ പണിക്കിടെ ജെർച്ചേട്ടൻ നടത്തുന്ന തമാശകൾ നാട്ടിൽ പല സുഹൃത്തുക്കൾ ഏറ്റുപറഞ്ഞ് നേരിട്ട് കേട്ടും പ്രചരിച്ചിട്ടുണ്ട്. 3-4 വർഷം മുമ്പ് സ്വന്തമായി വാങ്ങിയ പറമ്പിലെ കിണർ കുഴിക്കുന്നതിനായി ജെർച്ചേട്ടനും സംഘവും വന്നു. ആ സമയത്ത് കിണർ പണിക്കാരെ കുറിക്കുന്നതിൻ്റെ ഭാഗമായി ഞാനും മണ്ണ് വലിച്ച് മുകളിലെത്തിക്കാനും സഹായിക്കാനുമായി അവരുടെ കൂടെ കൂടി. കിണർ പണിക്കിടെ നാട്ടിലെ അവിഹിതം മുതൽ സകല വാർത്തകളും നേരമ്പോക്കായി അവർ ചർച്ച ചെയ്യുമായിരുന്നു. ആ ചർച്ചയ്ക്കിടെ എരിവ് കൂട്ടാൻ ജെർച്ചേട്ടനിട്ടിരുന്ന നമ്പറുകൾ എല്ലാവരും രസകരമായി ആസ്വദിക്കുമായിരുന്നു. ഡ്യൂട്ടി ഇല്ലാത്ത ദിവസമാണെങ്കിൽ പണിക്കാർക്കുള്ള കഞ്ഞിയും ചായയുമായി ചിലപ്പോൾ എൻ്റെ ഭാര്യയും അവിടെ എത്തുമായിരുന്നു. ഒരു തവണ ഭാര്യ കഞ്ഞിയുമായി വന്നപ്പോൾ കിണർ കിട്ടുന്നതിനെ പറ്റിയുള്ള ചർച്ചയായിരുന്നു വിശ്രമവേളയിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. എൻ്റെ ഭാര്യയെ കാണുമ്പോൾ ജെർച്ചേട്ടൻ്റെ കണ്ണുകളും ഒരു പെണ്ണിൻ്റെ മുന്നിൽ ആളാവുന്നതിനുള്ള സാധാരണയിൽ കവിഞ്ഞ
വില കുറഞ്ഞ തമാശകളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. മോളെ, കാലുതെറ്റി വീണ് ഞങ്ങൾക്ക് പണി തരല്ലേ. കിണറിൻ്റെ വക്കിൽ പിടിച്ച് കിണറിലേക്ക് എത്തി നോക്കുന്ന എൻ്റെ ഭാര്യയെ നോക്കി ജെറിച്ചേട്ടൻ വിളിച്ചു പറഞ്ഞു. ഏയ് ഇല്ല ചേട്ടാ, അങ്ങനെ വീഴില്ല. അവളും തിരിച്ചു പറഞ്ഞു. വീഴില്ല. കണ്ടിട്ട് അത്ര പെട്ടെന്ന് വീഴുന്ന ടൈപ്പല്ല. ഞാനിവിടെ ഉണ്ടെന്ന് പോലും ശ്രദ്ധിക്കാതെ ശബ്ദം താഴ്ത്തിയാണ് ജെറിച്ചേട്ടൻ പറഞ്ഞത്. പണിക്കാരെല്ലാവരും കൂട്ടച്ചിരിയായി. അവിടെ നിന്നും സർക്കസ് കാണിക്കാതെ മാറിപ്പോടി. ഞാനല്പം ദേഷ്യം വിളിച്ചു പറഞ്ഞു. നീ പേടിക്കണ്ട ഡാജി, നിന്റെ ഭാര്യ പെട്ടെന്ന് വീഴുന്ന ടൈപ്പല്ല. ജെറിച്ചേട്ടൻ അടുത്ത നമ്പർ ഇട്ടു. വീണ്ടും എല്ലാവരും ചിരിയായി. ചേട്ടാ, ഇത്ര കുഴിച്ചിട്ടും വെള്ളം കണ്ടില്ലല്ലോ, എൻ്റെ ഭാര്യ എൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഞങ്ങൾ കിണർ കുഴിക്കുമ്പോൾ പെട്ടെന്നൊന്നും വെള്ളം വരില്ല മോളെ, അയാൾ പറഞ്ഞു. അയാളുടെ ആ അളിഞ്ഞ സംസാരവും യഥാർത്ഥ പ്രയോഗവും മനസ്സിലാകാതിരിക്കാൻ മാത്രം നിഷ്കളങ്കയല്ലായിരുന്നു എൻ്റെ ഭാര്യ. ഈ ചേട്ടൻ കൊള്ളാലോ എന്ന മുഖഭാവത്തോടെ അയാളെ അവളൊന്ന് നോക്കി. ഡാ, നീ വാചകടിക്ക് നിൽക്കാതെ വേഗം കിണറ്റിലേക്ക് ഇറങ്ങ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് വർത്തമാനത്തിൽ രസം പിടിച്ചിരുന്ന പണിക്കാരോടായി ആജ്ഞസ്വരത്തിൽ ജെറിച്ചേട്ടൻ പറഞ്ഞു. അവൾ കാണുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തി. അല്ലെങ്കിൽ അവളെ മനഃപൂർവ്വം കാണിക്കണമെന്ന ഉദ്ദേശത്തോടെ അയാൾ ഓരോ കോപ്രായങ്ങൾ കാണിക്കാൻ തുടങ്ങി. ഗ്യാരണ്ടി പണിയല്ല മോളെ, ഒരു തവണ വിളിച്ചാൽ പിന്നെ ഉറപ്പായും വിളിക്കും. അയാൾ വീണ്ടും പ്രയോഗങ്ങൾ തുടർന്നു. എൻ്റെ ഭാര്യയുടെ പുഞ്ചിരിയും നോട്ടവും അയാളെ കൂടുതൽ ആവേശത്തിലാക്കി. കിണർ പണി നടന്ന 5 ദിവസത്തിൽ ചില ദിവസങ്ങളിൽ അവൾ സമയമുണ്ടാക്കി ചായയോ കഞ്ഞിയോ കൊണ്ട് കിണർ പണി കാണാൻ വന്നിരുന്നു. ചിലപ്പോൾ കുട്ടയിൽ മണ്ണ് പിടിച്ച് പറമ്പിലെ കോണിൽ കൊണ്ടിടാൻ അവൾ സഹായിച്ചിരുന്നു. മോളെ, അവന് വല്ല ഗ്ലൂക്കോസും പൊടി കൊടുക്ക്, ചെക്കൻ തളർന്നു. മണ്ണ് കുട്ടയിൽ പിടിക്കുമ്പോൾ എന്നെ കളിയാക്കി ഒരു ദിവസം ജെറിച്ചേട്ടൻ പറഞ്ഞു. ഗ്ലൂക്കോസ് പൊടിയല്ല മാഷേ, ഗ്ലൂക്കോസ് പൊടി. ഇടയ്ക്കൊക്കെ മഴ പെയ്യുമ്പോഴെങ്കിലും സ്കൂളിൻ്റെ പടിയിൽ കയറി നിൽക്കണം ചേട്ടാ. ജെറിച്ചേട്ടനെ കളിയാക്കാനുള്ള അവസരം ഞാനും പാഴാക്കില്ല. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. എൻ്റെ ഭാര്യയും പൊട്ടിച്ചിരിച്ചപ്പോൾ ജെറിച്ചേട്ടൻ ശരിക്കും ചമ്മി. ഇവൻ്റെ പെണ്ണ് ഉഷാറ. മണ്ണ് കുട്ടയിൽ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ജെറിച്ചേട്ടൻ പറഞ്ഞു. പാടവും പറമ്പൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് തന്നെയാ ഞാനും വരുന്നത് ചേട്ടാ. ഭാര്യ തിരിച്ചടിച്ചു. അത് നല്ലതാ മോളെ. വീട്ടിൽ ചടഞ്ഞിരുന്ന് സീരിയൽ കണ്ട് വീർക്കുന്ന ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ കണ്ടില്ലേ. എന്തായാലും മോളെ കണ്ടാൽ അറിയാം നന്നായി ജോലി ചെയ്യുന്ന കൂട്ടത്തിലാണെന്ന്. എൻ്റെ ഭാര്യയെ അഭിനന്ദിച്ചുകൊണ്ട് ജെറിച്ചേട്ടൻ പറഞ്ഞു. ജെറിച്ചേട്ടൻ്റെ അഭിനന്ദനം അവളെ മനസ്സിൽ ആഹ്ലാദിപ്പിച്ചു. പണിക്കാരെ കിട്ടാനില്ല, പണിക്ക് പോരുന്നുണ്ടോയെന്ന് ചോദിച്ച ആശാനെ, രാമൻ എന്ന പണിക്കാരൻ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിയായി. നേഴ്സിൻ്റെ ശമ്പളത്തേക്കാൾ കിണർ പണിക്ക് പോകുന്നത് നല്ലത്. ഞാനും അവരുടെ കൂടെ തമാശയിൽ പങ്കുചേർന്ന് പറഞ്ഞു. മോളെ, നിന്റെ കെട്ടിയൻ പറഞ്ഞത് കേട്ടില്ലേ? വേണമെങ്കിൽ കിണർ പണിക്ക് ഞങ്ങളുടെ കൂടെ പോര്. രാമൻ ചേട്ടൻ ഏറ്റുപിടിച്ചു. എനിക്ക് മടിയൊന്നുമില്ല ഏത് പണി ചെയ്യാനും. താഴെയുള്ള കുട്ടി എടുക്കുമ്പോൾ അവൾ പറഞ്ഞു. പണിയെടുക്കാം, പക്ഷേ ഇങ്ങനെയുള്ള വേഷമിട്ടൊന്നും പണിക്ക് വരാൻ പറ്റില്ല. വീണ്ടും രാമൻ ചേട്ടൻ കളിയാക്കി പറഞ്ഞു. ഇനി വന്നാലും ഗോതമ്പിൻ്റെ നിറമുള്ള ഈ കൊച്ചിനെ വെയിൽ കൊള്ളിക്കുന്ന പണിയൊന്നും ഞാൻ ചെയ്യിപ്പിക്കില്ല രാമ, ജെറിച്ചേട്ടൻ വിളിച്ചു പറഞ്ഞു. എൻ്റെ ഭാര്യ പുഞ്ചിരിച്ചുകൊണ്ട് ജെറിച്ചേട്ടനെ നോക്കി. കിണർ പണിക്ക് വരുമ്പോൾ വെയിൽ കൊള്ളാതെ വേറെന്ത് പണിയാ? ആശാൻ്റെ ദ്വയാർത്ഥ പ്രയോഗം ഒരുക്കുന്നതിൽ വഴി മുട്ടിച്ചുകൊണ്ട് രാമൻ ചോദിച്ചു. മതി രാമേട്ട, തമാശ പറയുന്നത് തമാശയെ എടുക്ക്. കിഴക്കേ പീടിക വീട്ടിലെ പെണ്ണുങ്ങൾക്ക് കിണർ പണിക്ക് പോകേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല, അറിയാലോ. അല്പം ദേഷ്യത്തിലായിരുന്നു ഞാനത് പറഞ്ഞത്. ഒരു പണിക്കാരൻ കിണറിലേക്കിറങ്ങി മണ്ണ് വെട്ടുന്നു. ജെറിച്ചേട്ടനും രാമൻ ചേട്ടനും കൂടി കിണറ്റിൽ നിന്നും മണ്ണ് വലിച്ചു കയറ്റുന്നു. ഞാനും ജെറിച്ചേട്ടനും, അല്ലെങ്കിൽ ഞാനും രാമൻ ചേട്ടനും കൂടി മണ്ണ് കൂട്ട ഇരുവശത്തേക്കും പിടിച്ച് പറമ്പിലെ താഴ്ന്ന തട്ടിൽ താഴെ ഭാഗത്ത് കൊണ്ടുപോയി മണ്ണിടുന്നു. ഇങ്ങനെയായിരുന്നു പണി നടന്നുകൊണ്ടിരുന്നത്. ചിലപ്പോൾ സിമി വന്നാൽ അവളും മണ്ണ് കൊണ്ടുപോകാൻ സഹായിക്കും. അവൾക്ക് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസം ഇടയ്ക്ക് രാവിലെ കഞ്ഞിയോ വൈകിട്ട് ചായ കൊണ്ടുവരുമ്പോൾ
കുറച്ചു നേരം മണ്ണ് പിടിക്കാൻ അവൾ സഹായിയായി കൂടും. മണ്ണ് പണിക്ക് എന്നെ സഹായിക്കുന്നതിലപ്പുറം ജെറിച്ചേട്ടൻ്റെ മുന്നിൽ ഒട്ടാനും കൊഞ്ചാനും താല്പര്യമായാണ് അവൾ വരുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. കുറച്ചൊക്കെ കൊഞ്ചാനും കുഴയാനും താല്പര്യമുണ്ടെങ്കിലും ഒരു പരിധി വിട്ട് നാട്ടുകാരെ കൊണ്ട് അതുമിതും പറയിപ്പിക്കുന്ന ലെവലിലേക്ക് അവൾ പോവില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് പലപ്പോഴും അവൾ പറമ്പിലേക്ക് വരുമ്പോൾ ഞാൻ നിരുത്സാഹപ്പെടുത്താറില്ലായിരുന്നു. പലപ്പോഴും ജെറിച്ചേട്ടനെ കാണാൻ വേണ്ടിയാണ് അവൾ പല രീതിയിലുള്ള വേഷങ്ങൾ ധരിച്ചു വന്നിരുന്നത്. അതിൽ പലതും ജെറിച്ചേട്ടൻ്റെ കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ നൽകുന്നതായിരുന്നു. ഒരു കില്ലാടിയായ ജെറിച്ചേട്ടന് ഒരു ദാഹിയെ തിരിച്ചറിയാൻ കാന്തശക്തിയുള്ള ഒരു നോട്ടം തന്നെ ധാരാളമായിരുന്നു. ജെറിച്ചേട്ടന് മുന്നിൽ എൻ്റെ ഭാര്യയുടെ കൊഞ്ചിയുള്ള സ്നേഹപ്രകടനങ്ങൾ ജെറിച്ചേട്ടനെ മാത്രമല്ല എന്തൊക്കെയോ വിചിത്ര വിചാരങ്ങൾ കൊണ്ട് എൻ്റെ മനസ്സിലും ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ ഒളിഞ്ഞു നിന്ന് ജെറിച്ചേട്ടനും ശ്രമിക്കും ഒരുമിച്ച് മൺകുട്ട പിടിച്ച് മണ്ണ് പറമ്പിൽ താഴെത്തട്ടിലേക്ക് കൊണ്ടുപോയിടാനുള്ള അവസരങ്ങൾ ഞാൻ ഒരുക്കി കൊടുത്തു. എൻ്റെയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വീട്ടിലെ വിശേഷങ്ങളോ തമാശകളോ ആണ് ജെറിച്ചേട്ടൻ ചോദിച്ചിരുന്നതെങ്കിലും ഞങ്ങളുടെ കൺവെട്ടത്തിൽ നിന്ന് മാറുമ്പോൾ യഥാർത്ഥ തമാശകളോ മറ്റോ വർത്തമാനങ്ങളോ അയാളുടെ വായിൽ നിന്നും വരുമായിരുന്നു. ജെറിച്ചേട്ടന് എത്ര പിള്ളേരാ? സിമി ചോദിച്ചു. തലതെറിച്ച 2 ആൺപിള്ളേരാ മോളെ, ജെറിച്ചേട്ടൻ പറഞ്ഞു. സിമി അത് കേട്ട് കുലുങ്ങി ചിരിച്ചു. മോൾക്ക് 6 വർഷം കഴിഞ്ഞ് കുട്ടികളായതല്ലേ? ജെറിച്ചേട്ടൻ ചോദിച്ചു. അല്പം വിഷമത്തോടെ സിമി പറഞ്ഞു. ഇതൊക്കെ വേഗം വേണ്ടേ മോളെ, സമയം കളയാൻ പാടുണ്ടോ? 1000 ഉത്തരം പറയാനുണ്ടെങ്കിലും പരിധി ലംഘിക്കേണ്ടെന്ന് കരുതി അവൾ വശമായി ചിരിക്കുക മാത്രം ചെയ്തു. പൊക്കി പറയല്ല മോളെ, ഞാൻ കിടക്കപ്പാടറ്റത്ത് ഒന്ന് കിടന്നാൽ മതി, ഭാര്യയ്ക്ക് ഛർദി തുടങ്ങാൻ. ജെറിച്ചേട്ടൻ്റെ തമാശ കേട്ട് സിമി പൊട്ടിച്ചിരിച്ചു. തൻ്റെ നമ്പറുകളും നോട്ടവുമെല്ലാം സിമി ആസ്വദിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ജെറിച്ചേട്ടന് കൂടുതൽ ആവേശമായി. സാഹചര്യത്തിനൊത്ത് കൂടുതൽ വലിയ വലിയ നമ്പറുകളിടാൻ അയാളെ അത് പ്രേരിപ്പിച്ചു. മൺകുട്ട ജെറിച്ചേട്ടൻ നിലത്ത് തറയിടാൻ തയ്യാറായതും അയാളുടെ മുന്നിൽ നിന്നും സ്വയം തട്ടി വെള്ളച്ചാൽ കാണിക്കാൻ കിട്ടുന്ന അവസരമൊന്നും സിമി പാഴാക്കാറില്ലായിരുന്നു. അവൾ അത് ആവർത്തിക്കും. ദേവേ ശക്തി തരണേ, ജെറിച്ചേട്ടൻ അവൾ കേൾക്കാനായി പറഞ്ഞു. എന്തു പറ്റി ജെറിച്ചേട്ടാ? ജെറിച്ചേട്ടൻ്റെ നോട്ടവും പ്രതികരണവും ഒക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ സിമി ചോദിച്ചു. ഏയ് ഒന്നുമില്ല മോളെ, നല്ല കരിക്ക് 2 എണ്ണം കിട്ടിയാൽ ദാഹം മാറ്റായിരുന്നു. ഒരു കുലച്ച തെങ്ങിൻ്റെ കുലയിലേക്ക് നോക്കി ജെറിച്ചേട്ടൻ പറഞ്ഞു. ദേ ആ തെങ്ങും ചേർന്ന് നിൽക്കുന്ന ആളില്ലേ, അയാളോട് പോയി ചോദിച്ചോളൂ. ഇതൊന്നും അറിയാത്ത രാമേട്ടനോട് സംസാരിച്ച് നിൽക്കുന്ന എന്നെ ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. നല്ല ആളാ, അവനോട്ട് തിന്നുകയുമില്ല, മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കുകയുമില്ല, ജെറിച്ചേട്ടൻ അവസരത്തിനൊത്തു പറഞ്ഞു. ജെറിയുടെ നമ്പർ കേട്ട് സിമി പൊട്ടിച്ചിരിച്ചു. അതിന് ജെറിച്ചേട്ടൻ്റെ വീട്ടിൽ കരിക്കില്ലേ, അത് പോരെ നിങ്ങൾക്ക്? സംയമനം പാലിക്കാനും ജെറിച്ചേട്ടൻ്റെ നമ്പറിലേക്ക് പിടി കൊടുക്കാതിരിക്കാനും തൻ്റെ സംസാരശുദ്ധി കാത്തു സൂക്ഷിക്കാനും സിമി പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അറിയാതെ തന്നെ അവൾ അയാളുടെ സംസാരത്തിൽ കീഴടങ്ങി. ആ കരിക്കുണ്ട്, പക്ഷേ ഇത്ര വലുതല്ല, വളം നല്ലോണം ഇട്ടുകൊടുക്കണം, അയാൾ പറഞ്ഞു. അത് കേട്ട് അവൾ തന്നെ താഴ്ത്തി ചിരിച്ചു. അവരുടെ സംസാരത്തിൻ്റെ ഏറെക്കുറെ ഞാൻ കേൾക്കുന്നുണ്ടെങ്കിലും കാര്യമാക്കാതെ നിസ്സംഗതയോടെ ഞാൻ നിന്നിരുന്നാൽ ഞാൻ കേൾക്ക പോലും പല നമ്പറുകളും ജെറിച്ചേട്ടൻ ഇടാൻ തുടങ്ങി. നാണമില്ലാതെ ചിരിക്കാനും സിമിക്ക് അത് പ്രേരണയായി. അജിയേട്ടാ 2 കരിക്കിങ്ങിട്ട് കൊടുത്തേ, അയാൾക്ക് കരിക്ക് കുടിക്കണമെന്ന് സിമി ചിരിയോടെ ജെറിച്ചേട്ടനെ നോക്കി പറഞ്ഞു. നിനക്കെന്താ സിമി, ഇവർക്ക് കരിക്ക് കൊടുക്കാൻ നിന്നാൽ തെങ്ങിലെ നാളികേരമൊന്നും ബാക്കിയുണ്ടായില്ല, അവർ പലതും പറയും. തമാശയാണെന്നറിയാതെ അവൾ പറഞ്ഞ സാഹചര്യം എന്താണെന്നറിയാതെ ഞാനത് സീരിയസ് ആയി പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായി? തിന്നുകയുമില്ല, തീറ്റിക്കുകയുമില്ല. അവളുടെ കണ്ണിലേക്ക് കുസൃതിയോടെ നോക്കി അയാൾ പറഞ്ഞു. സിമി അത് കേട്ട് ഓടിച്ചിരിച്ചു. അയാളുടെ വർത്തമാനവും ഇടയ്ക്കുള്ള നമ്പറുകളും സിമി ഏറെ ആസ്വദിച്ചു.
സിമിയിൽ നിന്നും കിട്ടുന്ന അനുകൂല പ്രതികരണം ജെറിച്ചേട്ടനെയും കൂടുതൽ ആവേശത്തിലാക്കി. അവസരം വന്നാൽ ഈ സംസാരമല്ല, ഇതിലും വലുതന്നെ സംസാരിക്കണമെന്ന് അയാൾ കണക്ക് കൂട്ടി. പിന്നീട് കുറച്ചു നേരം ഞാനും സിമിയും പിന്നെ ഞാനും ജെറിച്ചേട്ടനും കുട്ട ചുമക്കുന്നതിനാൽ ജെറിച്ചേട്ടന് കാര്യമായി നമ്പറിലിടാൻ സാധിച്ചില്ല. സിമിയുമായി കൂട്ടുപിടിക്കാൻ ജെറിച്ചേട്ടൻ അവസരം നോക്കി നിൽക്കുന്നത് ഞാൻ ശരിക്കും മനസ്സിലാക്കി. അവസാനം ക്ഷമ നശിച്ച് അയാൾ തഞ്ചത്തിൽ എന്നെ ഒഴിവാക്കി. സിമിയെയും കൂട്ടി മണ്ണ് ചുമന്ന് താഴെ തട്ടിലേക്ക് പോയി. ഉള്ളത് പറയാലോ മോളെ, ഇടയ്ക്കിടയ്ക്ക് മോള് പറമ്പ് പണിക്ക് വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ ഭയങ്കര എനർജി. ഒരു പെണ്ണ് കൂടെ ഉണ്ടെങ്കിൽ ജോലി ഉഷാറാകും. ജെറിച്ചേട്ടൻ അടുത്ത നമ്പർ ഇട്ടു. അപ്പോൾ നാട്ടുകാർ പറയുന്നത് ശരിയാണല്ലേ? നാട്ടുകാരെന്ത് പറയുന്നു? അല്ല, ചേട്ടൻ്റെ കയ്യിലിരിപ്പ് ശരിയല്ലെന്ന്. അത് ശരിയാ, ചേട്ടൻ്റെ കയ്യിലിരിപ്പിന് കുറച്ച് ശക്തി കൂടുതലാണ്. എടുത്തടിച്ച പോലെ ജെറിച്ചേട്ടൻ പറഞ്ഞു. അല്പം ദേഷ്യത്തിലായിരുന്നു ജെറിച്ചേട്ടൻ അത് പറഞ്ഞത്. വടി കൊടുത്ത് അടി വാങ്ങിയ പോലെയായി സിമിക്ക്. മോളത് കേട്ടത് ശരിയാ, ഞാനത്ര മാന്യൊന്നുമല്ല. സിമി തിരിച്ച് മറുപടി പറയാനാകാതെ കുഴങ്ങി. എന്നാലും ഇതൊക്കെ തെറ്റാണെന്നല്ലേ പള്ളിയിൽ അച്ഛന്മാരെ പഠിപ്പിക്കുന്ന ജെറിച്ചേട്ടാ? അച്ഛന്മാരോ? മോൾക്ക് ഇതിനു മുമ്പ് നമ്മുടെ വികാരിയായിരുന്ന പോളച്ചനെ അറിയോ? മോനാച്ചേരി. ആ അറിയാം, പോൾ മോനാച്ചേരി അച്ഛനല്ലേ? ആ അതേ മോളെ, അവിടെയും ഒരുപാട് കഥകളുണ്ട്. ദേ ചേട്ടാ, വെറുതെ അനാവശ്യം പറയല്ലേ. സംസാരം പരിധി വിടുന്നെന്ന് സിമിക്ക് തോന്നിയെങ്കിലും ആ കഥ കേൾക്കാനുള്ള താല്പര്യം അവളുടെ മനസ്സിൽ തോന്നി. മോളെ, ഞാൻ കള്ളം പറയല്ല, ഇതൊക്കെ നടന്ന സംഭവമാണ്. വിശ്വാസമില്ലെങ്കിൽ വേണ്ട. അവളിൽ സത്യമായിട്ട് അയാൾ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു, സത്യമാണോന്നറിയാലോ. വാ, അടുത്ത ട്രിപ്പ് മണ്ണിടാൻ പോകുമ്പോൾ പറഞ്ഞാൽ മതി. അവരെല്ലാം ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നു. അവൾ പറഞ്ഞു. എടി സിനി, നീ ഇനി വീട്ടിലേക്ക് പോക്കോ. ജെറിച്ചേട്ടൻ മണ്ണ് വെട്ടി കുട്ടയിലിടുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞു. അവളുടെ ജെറിച്ചേട്ടനുമായുള്ള കൊഞ്ചിക്കുഴയിൽ അതിര് വിടുന്നുണ്ടോയെന്ന് എനിക്ക് തോന്നാൻ തുടങ്ങിയിരുന്നു. ഞാൻ പോകാം ചേട്ടാ, ഈ 2 കുട്ടയും കൂടി ഇട്ടിട്ട് ഞാൻ പോവാണ്, അവൾ എന്നോട് പറഞ്ഞു. കഥ പറ ജെറിച്ചേട്ടാ. അടുത്ത ചുവട് മണ്ണ് അയാളോടൊപ്പം എടുത്ത് ചുമക്കുമ്പോൾ അയാൾ പറഞ്ഞു. കഥയൊന്നും അല്ല സിമി, നടന്നതാ. ആ സമയത്ത് എനിക്ക് പള്ളിപ്പറമ്പിലായിരുന്നു പണി. ഇവരുടെ കഥകളെക്കുറിച്ച് എനിക്കറിയായിരുന്നു. ഉച്ചയ്ക്ക് അയാൾക്ക് ഭക്ഷണമായി വന്നതാണ് അവൾ. കിച്ചൺ ചിലപ്പോൾ തുറന്നിടാറുണ്ട്. ഇതവർ ശ്രദ്ധിച്ചില്ല. ഞാൻ കിച്ചണിൽ കൂടി കയറി ചെല്ലുമ്പോൾ 2 പേരും ഓഫീസ് മുറിയിൽ വെച്ച്. അയ്യോ എൻ്റെ ദൈവമേ, ആശ്ചര്യത്തോടെ സിമി പറഞ്ഞു. എന്നെ കണ്ടതും 2 പേർക്കും പരിഭ്രാന്തിയായി. പെണ്ണ് നാട്ടിലെ വലിയ തറവാട്ടുകാരിയാണ്, മോൾ അറിയും. അതാരാ? അത് തൽക്കാലം ഞാൻ പറയില്ല, പിന്നെ പറയാം. എന്നിട്ടെന്താ? അയാൾ കരഞ്ഞ് കാല് പിടിച്ചു. എനിക്കൊരു 5000 രൂപ എടുത്തു തന്നു. ജെറി, നീ ഇത് ആരോടും പറയില്ലേ. എനിക്കല്ല പ്രശ്നം, അവളുടെ വീട്ടിൽ പ്രശ്നമുണ്ടാകും. എൻ്റെ കയ്യിലിപ്പോൾ ഇത്ര പൈസയുള്ളൂ. നിനക്ക് പൈസ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇനിയും പൈസ തരാം, നീ നാറ്റിക്കരുത് എന്നും പറഞ്ഞ് അയാൾ കാല് പിടിച്ചു. അയ്യോ പാവം, ആ പെണ്ണ് അപ്പോഴേക്കും പോയോ? ഇല്ല, അവളും എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പറഞ്ഞു, ജെറിച്ചേട്ടാ എൻ്റെ കുടുംബം നശിപ്പിക്കരുതെന്ന്. എന്നിട്ട് സിമി ജിജ്ഞാസയോട് ചോദിച്ചു. കിളി പോലുള്ള ആ പെണ്ണിനെ ഞാൻ വിടോ മോളെ? ജെറിച്ചേട്ടൻ പറഞ്ഞു.